السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم. أما بعد، اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ആമീൻ. അള്ളാഹു നമുക്ക് ഹക്കൈത്ത് കാട്ടിത്ത് അതിൽ അനുസരിക്കുകയും ബാത്തിലൈത്ത് കാട്ടിത്ത് അതിൽ ഒട്ടുനിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അന്നൂർ ബാരി ദുറൂസರು ಇದರ മുന്നത്തെ ಕ್ಲಾಸಲ್ಲಿ ನಂಗ ಈ ಉಮ್ಮത്തിൽ ಸಂಭವಿಕ್ಕಿರಬಹುದು ಶಿರ್ಕರ ಒಂದು ರೂಪದ ವಿಷಯ ತೆಗೆದಿಕ್ಕೆ ನಂಗ പഠിച്ചത്. അതെന്താ ചെന്നെങ്കിൽ അള്ളാഹു അല്ലാ തനക്ക് അർക്കറ ചെല്ലുന്നത്. അപ്പൊ ആ ക്ലാസ്സിൽ ഞങ്ങൾ ലാസ്റ്റ് കണ്ടപ്പോഴത്തെ വിഷയം എന്താ വെച്ചെങ്കിൽ, അതായത് ഒന്നാമത്തെ അർക്കറ ചെല്ലതോർ ഇബാദത്ത് എഴുതിക്കര്. അപ്പൊ ആ ഇബാദത്തിൽ അള്ളാഹു ഗൈത്ത് മാത്ര കൊടുക്കുന്നു. അള്ളാഹു അല്ലാ തനക്ക് അതിൽ ഓർത്ത് അർപ്പിച്ചാണ്ടെങ്കിൽ അവನು ಶಿರ್ಕು പോകുന്ന ചെന്ത എഴുതിക്കര് നാ പഠിച്ചത്. രണ്ടാമത്തെ ഇത് നാ പഠിച്ചത്, ഈ അർക്കറ ചെല്ലുற ഇബാദത്തില് രണ്ട് ടൈപ്പ് ഇബാദത്ത് എഴുതിക്കര്. അതിൽ ഒലക്കണ്ടത്തുള്ളത് ഒന്നെന്താ ചെന്നെ സഹോദര സഹോദരിമാരെ, ഞങ്ങള് നീയത്തുമൈത്ത് ഞങ്ങൾ അർക്കുമ്പോ ഞങ്ങൾ നീയത്തും ഞങ്ങൾ ഉദ്ദേശമൈത്ത് സംബന്ധപ്പെടുത്തുള്ള പോലത്തെ ഇബാദത്ത് എഴുതിക്കര്. അതായത് അതെന്താ ചെന്നെങ്കിൽ അർക്കറത്തിൽ ഉള്ള പോലത്തെ ഒന്നാമത്തെ വിഷയം എന്താ ചെന്നെങ്കിൽ, ഒരാൾ അർക്കുമ്പോഴത്തേക്കു ಅವನು ಅರ್ಕರ ಆರ್ಗೈತು ಅವನು ಅರ್ಕರ ಅಂಕ ಅವನು ಮುಟ್ಟವ್ರ ಐತಿಕ್ರಿ അങ്ങനെ കുർബത്ര അവൻ ഹാസിലാക്കറ ಐತಿಕ್ರಿ. അതായത് അതെങ്ങനെ വെച്ചെങ്കിൽ അങ്കൈത്ത് നീയത്ത് വെച്ചിട്ട്, അതായത് ആ അർക്കറത് അങ്ങനെ നീയത്തിൽ അങ്ങനെ ഉദ്ദേശത്തിൽ അർത്ഥത്ത് ആ ആർഗൈത്ത് അവൻ അർക്കറ അങ്ങനെ അവൻ മുട്ടವ್ರ ಐತಿಕ್ರಿ. അപ്പൊ അർക്കറതുള്ള പോലെ ഒന്നാമത്തെ എന്താ വെച്ചെങ്കിൽ തഖർറുബ് ಐತಿಕ್ರಿ. ആ അർക്കറ ആൾക്ക് മുട്ടವ್ರದ್ದು ಐತಿಕ್ರಿ. അപ്പൊ അതുകൊണ്ടു ഒരുത്ത അള്ളാഹു മുട്ടയിട്ട് അള്ളാഹുടെ നീയത്ത് വെച്ചിട്ട് അവನು ಅರ್ಥ ಅಂಟಾയെങ്കിൽ അത് തൗഹീദ് ಐತಿಕ್ರಿ. അതൊരു തൗഹീദ് ಐತಿಕ್ರಿ. അതൈതിക്കൾ അള്ളാഹു നമുക്ക് കൽപ്പിച്ചത്. അതല്ല ഒരാള് അള്ളാഹു അല്ലാ തങ്ങളുടെ ഉദ്ദേശത്തില് അങ്ങ് അർക്കറാറുണ്ടായെങ്കിൽ അങ്ക് മുട്ടാവുക അർക്കറാറുണ്ടായെങ്കിൽ അങ്ങനെ മഹത്വപ്പെടുത്തിട്ട് അർക്കറാറുണ്ടായെങ്കിൽ, ഉദാഹരണം ചെല്ലെങ്കിൽ ചമ്മ താൽമാറിന്റെ ആക്കറ പോലെ ദർഗത്തുള്ള പോലത്തെ ആൽമാർ, അതിലുള്ള പോലത്തെ വലിശന്തി അങ്ങ് വാദിക്കറ പോലത്തെ ആൽമാര്, മർഷ പോലത്തെ ആൽമാര് അങ്ങനെ ഉദ്ദേശത്തില് അങ്ക് മുട്ടാവുകയിട്ട് അങ്ങനെ മഹത്വപ്പെടുത്തിട്ട് എന്താക്കറാറ് ചമ്മത്തെ ആൽമാര് പ്രാണിര അറക്കറാർ. ഇതെന്താ എഴുതിക്കറ് സഹോദര സഹോദരിമാരെ, ഇത് വലിയ ശിർക്ക് എഴുതിക്കറ്. അങ്ങനെ ഉദ്ദേശത്തിൽ വന്ന പോലത്തെ വലിയ ശിർക്ക് എഴുതിക്കറ്. അതേപോലെ വലിയ ശിർക്ക് അവരുടെ പോലത്തെ രൂപം എന്താ വെച്ചെങ്കിൽ, കുറെ ആൾമാര് ജീനിന്ന പോലത്തെ രാജാക്കന്മാർക്ക് ഭരണാധികാരിമാർ അങ്ങനെ മഹത്വപ്പെടുത്തിയിട്ട് എന്താക്കറാറ് അർക്കറാർ. അതും വലിയ ശിർക്ക് എഴുതിക്കറ്. മഹത്വപ്പെടുത്തുന്ന ശബ്ദത് അത് കൽബ്ര ഇബാദത്ത് എഴുതിക്കറ്. അത് അള്ളാഹു മാത്രം അർപ്പിക്കാനായത് എഴുതിക്കറ്. അപ്പൊ അങ്ങനെ ഒരാൾ അർത്ഥായിട്ടെങ്കിൽ അത് വലിയ ശിർക്ക് എഴുതിക്കറ്. അതേപോലെ വലിയ അർക്കറന്ന് പണ്ട പോലത്തെ വലിയ ശിർക്ക് രൂപം എന്താ വെച്ചെങ്കിൽ, ചെമ്മ താൽമാര് അങ്ങനെ പുതിയൊരു അഗായെങ്കിൽ ആ അകുക്കൽ അവർ മുന്നലൈത്ത് എന്താക്കാറ് ആ ഔത്തರು ಬಾಯಿಲ್ರ ಪಡಿಲ್ എന്താക്കാറ് അങ്ങ് അർക്കറാറ്. എന്തുദ്ദേശത്തിൽ എഴുതിക്കറ് അങ്ങ് അർക്കറു. അതായത് ഈ ഔത്തുಲು ജിന്നെന്തും മിന്നെങ്കിൽ ആ ജിന്നರ ಉಪದ್ರಾವకు തീരാശന്റെ എന്താക്കറു ജിന്നರ തൃപ്തിപടുപാട്ടിത്ത് ജിന്നರ തൃപ്തിപടുற ಉದ್ದೇಶത്തിൽ ജിന്നുക്ക് മുട്ടയിട്ട് എന്താക്കറ അങ്ങ് അർക്കറ എഴുതിക്കറ്. അപ്പൊ അങ്ങനെ ಅರ್ಥ ಅಂಟಾയെങ്കിൽ ജിന്ന് ಉಪದ್ರಾಕಲ್ಲ അല്ലെങ്കിൽ ആ ജിന്നರ ಉಪದ್ರವത്തെ ദൂരാക്കുകയിട്ട് അർക്കറ ചെല്ലുന്നത്. ഇതെല്ലാം എന്താ എഴുതിക്കറ് സഹോദരന്മാരെ, ഇതെല്ലാം വലിയ ശിർക്കറ ರೂಪ എഴുതിക്കറ് സഹോദരന്മാരെ, വലിയ ശിർക്കറ ರೂಪ എഴുതിക്കറ്. അതേപോലെ ഉദാഹരണം ചെല്ലെങ്കിൽ, അതേപോലെ ഈ അർക്കറದ್ರ വിഷയത്തിൽ പണ്ട പോലത്തെ അതായത് നീയത്തിന് സംബന്ധപ്പെട്ടിട്ട് ಬೇರೆ ಕೊರಿಯ ಕ್ಯಾಟಗರಿ അല്ലെങ്കിൽ ಬೇರೆ ಕೊರಿಯ ಅದ್ರ ಹುಕುಮ ಚೆಲ್ಲೋಕೆ പോണ്ടെങ്കിൽ, അതായത് ഒന്നാമത്തത് വലിയ ശിർക്ക് അവർ അದ್ರ ರೂಪ ನಂಗೆ ಚೆನ್ನ വലിയ ശിർക്ക് അങ്ങനെല്ലാം അർക്കറത്തിൽ പണ്ട് ചെന്ന് ನಂಗೆ ಚೆನ್ನ. അതേപോലെ ഒന്ന് ചെല്ലുക മറന്നുപോയി എന്താ വെച്ചെങ്കിൽ, ഈ ബായിലർ പള്ളി അർക്കറ വിഷയത്തില് ഒരാള് എന്തൊരു ശുക്രാക്കുകയിട്ട് ಆಗ ಕಂಪ್ಲೀಟ್ ಆಗಿ ಕಿಟ್ಟಿತ್ತಲ್ಲೇ ಚೆಂತ ಅಲ್ಲಾಹು ಶುಕ್ರಾಕುಗೈತಿ ಅಂಗ ಬಾಯಲ್ರ ಬಳ್ಳಿ ಅರ್ಕರ ಅಂಟಾಂಗಿ ಒಲೆಮಾಕ ಮರ್ಸಲ್ರು ಇದು ಹರಾಮ್ ಐತಿಕ ಶಿರ್ಕ್ ಅಲ್ಲ ಮಾತ್ರ ಹರಾಮ್ ಐತಿಕ ಎಂದು ಚೆಂದಗಿ
ಅದು ಶಿರ್ಕ್ ಗೆತ್ತಬಾಟ್ರ ಬೋಲ್ತಾರ ಬಿಸಿ ಐತಿಕ್ರಿ ಅದಲ್ಲ ಹೊರ್ತ ಆಗ ಕಂಪ್ಲೀಟ್ ಐತಿ ಅಂತ ಅಲ್ಲಾಹು ಶುಕ್ರ್ ಆಗಿತ್ತು ಬಾಯದ್ರ ಪಡಿಲಲ್ಲ ಎವಡೆ ಬೆನೆ ಅರ್ಥ ಅವಂಗ ಅಂತ ನಿಯತ್ ಎಂದಿಲ್ಲ ಎವಡೆ ಬೆನೆಗೆ ಅರ್ಥ ಅಪ್ಪ ಅದು ಜಸ್ಟ್ ಜಾಯಿಸ್ ಐತಿಕ್ರಿ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ ಅದು ಅವನಿಗೂ ಅರ್ಥದ ಆಲ್ಮಾರ್ಗಿ ತಿನ್ನಬಾಟ ಉದ್ದೇಶത്തിൽ ആക്കറണ്ട ಈಗ ಜಾಯಿಸ್ ಐತಿಕ್ರಿ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ അതേപോലെ ഇതിൽ പണ്ടപ്പോൾ ദിനോർ ബിസി എന്തെങ്കിൽ ഉദ്ദേശത്തെ വിഷയത്തിൽ ഒരാളിപ്പ അവങ്കു അറക്കുമ്പോഴത്തേക്ക് എന്ത് ഉദ്ദേശം വെക്കില്ല അള്ളാഹു മുട്ടവർ ഉദ്ദേശിക്കില്ല അള്ളാഹു അല്ലാത്തങ്ക് മുട്ടവർ ഉദ്ദേശം വെക്കില്ല ജസ്റ്റ് അവങ്കു അവന്റെ ബയർനോർക്കെ കൈത്തവನು അർക്കറൈതിക്കര് അതേപോലെ അല്ലെങ്കിൽ ഗസ്റ്റ്മാർക്ക് തിന്നുപാട്ടൊക്കെ അവൻ അർക്കറൈതിക്കര് അപ്പൊ അങ്ങനെ എന്തും മനസ്സിലെന്തും ഉദ്ദേശം ഇല്ലാണ്ട് ഈ തിന്ന ഉദ്ദേശത്തിക്ക് അവನು ബിസ്മില്ലാഹ് ಅಂತ ಅರ್ಥ ಅಂತಾയെങ്കിൽ അതെന്താ ಐತಿക്കര് അത് ജായിസ് ಐತಿക്കര് അതിലൊരു പ്രോബ്ലമും ഇല്ല അതല്ല അങ്ങനെ ഈ ജായിസ് ആയിട്ട് എന്തും അതായത് ഈ ജായിസ് ആയിട്ട് അർക്കർ ഈ രൂപത്തിൽ നല്ല ഉദ്ദേശം വെച്ചാണ്ടായെങ്കിൽ എന്തോ അതായത് ഞാൻ ഈ ബയർനൊറക്കിയത് എന്തൊക്കെ ചെന്നെങ്കിൽ അള്ളാഹുര ഇബാദത്ത് എടുക്കുകയത്ത് അള്ളാഹുര ഇബാദത്ത് എടുക്കുകയത്തೈತಿക്കര് ನಾನು ഈ അർക്കറോ അർത്ഥത്തിന തിൻറോ ചെന്തൽ ആ ഉദ്ദേശത്തിൽ അവನು അർക്കറണ്ടായെങ്കിൽ അവന്റെ നിയത്തുക്ക് അവന് കൂലി കിട്ടും അവന്റെ നിയത്തുക്ക് അവനക്ക് അത് കൂലി കിട്ടൈതിക്കര് സഹോദരന്മാരെ അപ്പൊ ഇതെല്ലാം എന്താ ഉദ്ദേശത്തെ വിഷയത്തില് ಅದರ ವಿಷಯത്തിൽ ಬೇರೆ ಬೇರೆ ಹುಕುಮರು ರೂಪ ಐತಿಕರು ಇനി ನಾ ಚಂದ പോലെ ಅರ್ಕರದ್ಲು ಜಂಡಾಮತ್ತು ಜಂಡ ಟೈಪ್ ಇಬಾದತ್ ಉಂಡು ಜಂಡಾಮತ್ತ ಇಬಾದತ್ ಎಂದರು ಚೆನ್ನೆങ്കിൽ അതിൽ സഹായ കേക്കറதுக்கு സംബന്ധപ്പെട്ടുള്ള ഇബാദത്ത് ಐತಿಕರು എവിടെ ഇതിക്കറ് അർക്കറദ്ಲು സഹായ കേക്കറതുള്ളത് അതായത് അത് ഞങ്ങ അർക്കുമ്പോ ചിലരെ പോലത്തെ ആ ഒരു ബിസ്മില്ല ആറ പേരിന അവിടെ മെൻഷൻ ആക്കറ അതിലൈതിക്കറ് അവിടെ സഹായ കേക്കറുള്ളത് എന്നുവെച്ചെങ്കിൽ ബിസ്മില്ലാഹ് ചൊല്ലದ್ರ ಅರ್ಥ ಎಂದ್ರೆ ಐತಿಕರು ಅಲ್ಲಾಹರ പേര് കൊണ്ടുത്തു ನಾ ಸಹಾಯ ಕೇಟತ್ತು ನಾ ಎಂದಾಕರ ಅರ್ಕರ ಚಂದ ಐತಿಕರು ಬಿಸ್ಮಿಲ್ಲಾಹ್ ಚೊಲ್ಲುಮ ನಾ ಚೊಲ್ಲறது ಅಪ್ಪ ಆ ಬಿಸ್ಮಿಲ್ಲಾಹ್ ಚೊಲ್ಲறது ಎಂದ್ರುಂಡು ಅಲ್ಲಾಹುಟ ಸಹಾಯ ಕೇಕರ ಬೋಲ್ತಾರ ಬಿಸಿ ಉಂಟು ಅಪ್ಪ ನಂಗೆ ಡೌಟ್ ಇಲ್ಲ ಅಲ್ಲಾಹರ ಉದ್ದೇಶ വെച്ചിട്ട് അള്ളാഹുര പേര് ചെന്ന് ബിസ്മില്ലാ ചെന്ന് ഓർത്ത ഒരു പ്രാണിയുടെ അർത്ഥം ഉണ്ടായെങ്കിൽ അത് തൗഹീദ് ಐತಿಕರು അത് തൗഹീദ് ಐತಿಕರು അതല്ല ഒരാള് അള്ളാഹു അല്ലാത്തങ്ങളുടെ പേര് ചെന്ന ഉണ്ടായെങ്കിൽ ഉദാഹരണക്ക് ബിസ്മി ഇന്നിന്ന വലി ബിസ്മി അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഉദാഹരണ അബ്ദുൽ ഖാദിർ ജീലാനി അയല്ല പേരിൽ ആർക്കര ചെന്ന് ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ಬೇರೆ ആറ് പേര് ചെന്നെങ്കും അതെന്താ ಐತಿಕರು സഹോദരന്മാരെ ಇಸ್ಲಾಮಲ್ಲಿ ಅಂತ ಪರ್ತಿಡ್ರ ಬೋಲ್ತು ಬೆಲ್ಲೆ ಶಿರ್ಕ್ ಐತಿಕರದು ಇಸ್ಲಾಮಲ್ಲಿ ಅಂತ ಪರ್ತಿಡ್ರ ಬೋಲ್ತು ಬೆಲ್ಲೆ ಶಿರ್ಕ್ ಐತಿಕರದು ಅಪ್ಪ ഇതിൽ നിന്ന് എനിക്ക് എന്തിനു വേണ്ടി ಅವರು ಹೊರತ അർക്കുമ്പോഴത്തേക്കു ഈ ജണ്ട് ഇബാദത്തും അള്ളാഹുಗೆ ಐತಿക്കും അവന്റെ ഉദ്ദേശം അള്ളാഹുಗೆ ಐತಿക്കನು അവൻ ബായി കൊണ്ടു പേര് ചെല്ലറതും അള്ളാഹുറമേ പേര് ಐತಿക്കും അതല്ല അവന്റെ ഉദ്ദേശം അള്ളാഹുಗೆ ಐತುಂಡು ബായി കൊണ്ട് ചെല്ലற പേരില് ಬೇರೆಗಳ പേര് ചെല്ലற ಅಂತಾയെങ്കിൽ ಬೆಲ್ಲೆ ಶಿರ್ಕ್ ಐತಿಕರು ಅಲ್ಲ ಬಾಯಿ ಕೊಂಡು ಅಲ್ಲಾಹರ പേര് ചെല്ലற ഉദ്ദേശ അള്ളാഹു അല്ലാത്തങ്ങളുടെ ഉദ്ദേശം ഉണ്ടായെങ്കിൽ അങ്ക് മുട്ടവർ ഔലിയാക്കന്മാർക്ക് മുട്ടവർ ഉദ്ദേശം ഉണ്ടായെങ്കിൽ അപ്പം ಬೆಲ್ಲೆ ಶಿರ್ಕ್ ಐತಿಕರು ജണ്ടും ഒത്തു തെന്താവನು ജണ്ടും അള്ളാഹുಗೆ ಐತಿಕೊನು ಅವನ ഉദ്ദേശം അതേപോലെ അവൻ പേര് ചെല്ലறது ബിസ്മില്ലാ അള്ളാഹുറമേ പേര് ಐತಿಕನು ചെല്ലനായത് അപ്പൊ എങ്കിൽ മാത്രം ಐತಿಕறது തൗഹീദ് ಅವರು ಅಲ್ಲಾಹ್ ಅವರ ಅರ್ಕಲ್ರ ಕಬೂಲಾಕರು ಅದೆಲ್ಲ ಅಂಟಾയെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പർത്തിട്ട് പോലത്തു ഷിർക്ക് ಐತಿಲ್ಲ സഹോദരന്മാരെ ഇതൈതിക്കര് ഈ ഒരു അർക്കറ ചെല്ലറതിൽ എങ്ങനെല്ലാം ഷിർക്ക് പണ്ട് ചെന്തനക്ക് മനസ്സിലാക്കുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തു കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എല്ലാ ഇബാദത്തിലും അർക്കറും അതേപോലെ വേറെ എല്ലാ ഇബാദത്തിലും അല്ലാഹുവൈത്ത് മാത്രം ഖാലിസ് ആക്കിയിട്ട് മരിക്കുമ്പോൾ എല്ലാ നമ്മുടെ ഷിർക്കറ് പൊട്ടുനിണ്ടെത്ത് മരിക്കുമ്പോഴത്തേക്കു തൗഹീദിന്റെ ಮೇಲೆ മരിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ ആമീൻ وهذا والله تعالى عالم وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته